ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ചെറുപുഴ ഉള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആയന്നൂർ ശിവക്ഷേത്രം. അവിടെ ഞാനിന്ന് വന്നു കഴിയുമ്പോൾ നമുക്കൊരു 10-28 വർഷം കൊണ്ട് നമ്മുടെ ബാല്യകാലത്തൊക്കെ എൻ്റെ കൂടെ കളിച്ച് നടന്ന ഒരാളെ കാണുകണ്ടേ. ഞങ്ങൾ 2005 വരെ താമസിച്ച ചിറ്റാരിക്കാൽ അറക്കത്തട്ട് നിന്ന് അവിടെ നമ്മൾ കൂടുതൽ താമസിച്ച ഒരു ആളാണ്. അവരെ ഞാൻ ആ ആയന്നൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് കാണുകയും രണ്ടുപേരും തിരിച്ചറിഞ്ഞു. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് ചർച്ച ചെയ്തതിന് ശേഷം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ വീട് ഇവിടെ അടുത്താണ്, ചേട്ടൻ എന്തായാലും വീട്ടിൽ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരുടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് അവരുടെ വീട്. അപ്പോൾ ആരാ ഏതാന്നൊക്കെ നമുക്ക് പോയിട്ട് തന്നെ അവരെ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയയുടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്ണുപ്രിയ കേട്ടോ. വിഷ്ണുപ്രിയ ഇപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇല്ല ഇവിടെ ഇല്ല. അപ്പൊ എന്താണ് വിഷ്ണുപ്രിയ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ PSC പഠിച്ചോണ്ടിരിക്കുന്നു. ടീച്ചർ ആയിരുന്നു. കടുമേന എന്താ ഞാൻ അറിഞ്ഞില്ല. കടുമേന ഇങ്ങനെ ഒരാള് ജോലി ചെയ്തോന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇത്ര 28 അത്ര വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടപ്പോ എങ്ങനെ തിരിച്ചറിയും? അത്ര കുഞ്ഞായിരുന്നു. 2 വയസ്സല്ലേ? 2 വയസ്സ്. എനിക്ക് അങ്ങനത്തെ ഏജ് ഓർമ്മയില്ല. 3-4 വയസ്സുണ്ടാവുമായിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് അത്ര ഒരു ഇത് അപ്പുറം എന്നാൽ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. നമ്മള് എന്റെ വീടിന്റെ ഒരു തൊട്ട് മുകളിലത്തെ ഇച്ചിരി നടന്നു പോയ അങ്ങനെയുള്ള ഒരു വീടായിരുന്നു ഇവിടെ. അപ്പൊ അവിടെ നമ്മൾ പോവുകയും പിന്നെ കളിക്കാൻ എന്റെ ഒരു ആന്റിയൊക്കെ ഉണ്ട്. ആ ആന്റിയെയും നമ്മുടെ ആന്റി കൊണ്ടുപോകും. എന്നിട്ട് നമ്മളെല്ലാരും കൂടെ അവിടെ വളരെ കുഞ്ഞല്ലേ എല്ലാരും അപ്പൊ അങ്ങനെ അപ്പൊ ഇന്ന് എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴേ ഇത്രയും ഇതൊക്കെ മാറ്റം വന്നു. പക്ഷെ ഫേസ് കട്ട് ഒരു മാറ്റമില്ല. വിഷ്ണുപ്രിയ അതുപോലെ ഫേസ് കട്ടിന് ഒരു മാറ്റം വന്നു. ഇനി നമുക്ക് വിഷ്ണുപ്രിയയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാൻ ഇവരുടെ ചേട്ടനായിരുന്നു എന്റെ ഏട്ടന്റെ മോള്. ഒരു ചെറിയ തോതിൽ ചൂട് വെച്ച ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അതെന്താന്നൊക്കെ അവരോട് തന്നെ ചോദിച്ചിട്ടാണ്. പിന്നെ ഒരു ബിഗ് ഫാൻ ആണ് ഞാൻ. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദേവതീർത്ത. ഞാനൊരു സിംഗറാണ്. എൻ്റെ വീട് മച്ചിയിലാണ്. ഞാൻ ഫ്ലവേഴ്സ് TV കോമഡി ഉത്സവം അതുപോലെ തന്നെ മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത ഉടൻ പണം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു പുതിയ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹൊറിസോണിന്റെ ബാനറിൽ വടക്കുന്നാഥൻ, നസ്രാണി എന്നിങ്ങനെ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രൊഡ്യൂസർ രാജൻ അങ്കിളും അതുപോലെ തന്നെ ഡയറക്ടർ നിജീഷ് സാറും കൂടിയിട്ട് തേവർ എന്നൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതിൽ ധ്യാൻ ചേട്ടനാണ് നായകൻ. ധ്യാൻ ചേട്ടൻ്റെ അനിയത്തി കുട്ടിയായിട്ടാണ് ഞാൻ വേഷം ചെയ്യുന്നത്. നമ്മുടെ ഓണത്തിന് ആ പടം റിലീസാവും. എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ദേവതീർത്ത ജയേഷ് എന്നാണ് പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എനിക്കുമുണ്ട് യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ. വിഷ്ണുപ്രിയ CM ഹിമാദ്രി എന്നാണ് ചാനലിന്റെ പേര്. കോമഡി ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പൊ അതും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെടുന്നവർ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത്, എല്ലാ ദിവസവും നന്ദി പറയാനുള്ളത് വിഷ്ണുപ്രിയരാണ്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഒരു ഹൈലൈറ്റ്. പിന്നെ ആ ഒരു സ്നേഹമില്ല, അതിപ്പോഴും അത്ര സ്നേഹമായിട്ട്. പിന്നെ ഞാൻ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ പറ്റുന്ന പറഞ്ഞ് എന്നെ ഇവിടെ നിർബന്ധിച്ച് കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദി വിഷ്ണുപ്രിയ. പിന്നെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ ഇല്ല. ലീവിന് വരുമ്പോ നമുക്ക് അവരിവിടെ പരിചയപ്പെടുകയാണ്. അപ്പൊ ഒരുപാട് നമ്മൾ വളർത്തിട്ട് പോകണ്ട. ഇപ്പൊ തന്നെ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാം ക്ഷമിക്കണം. കാരണം നമ്മൾ കാര്യങ്ങൾ പകാതി വഴിക്കിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആളുകൾ മനസ്സിലാകാതെ പോകും. അതുകൊണ്ടാണ് ഇത്രയും വിസ്തരിച്ച കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ സഹിച്ച ഇത്ര നമ്മൾ കേട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോ